Hi my dears, welcome back to statistics class. Today I'm going to take statistical regularity. എന്താണ് ഈ statistical regularity എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Let there be a random experiment and A be an event. Denote M as the number of occurrence of the event A in an n identical trial. Then the ratio M by n is called frequency ratio or relative frequency of the event A. If we increase the number of trials, then the ratio M by n shows some sort of regularity. That means M by n will approximate to the value P of A as n increases, and this approximation will improve as n increases further. This tendency of the frequency ratio to approach a definite value is called the notion of statistical regularity. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്പർ ഓഫ് ഒക്കറൻസ് അല്ലേ, ഒക്കറൻസ് ഓഫ് ഹെഡ് എത്ര പ്രാവശ്യമാണ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 1 ആണ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഇത് എത്ര വരും? 2 എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് 1/2 എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 എന്ന് വന്നു. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5. ഇനി നമ്മളിവിടെ നോക്കുക, നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് എ എന്ന് പറയുന്നത് M/n ആണ്. M എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് എ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് എന്നാണ്. അപ്പം നമ്പർ ഓഫ് ട്രയൽസിൽ എ എന്നുള്ള ഇവൻറ്റ് ഒക്കർ ചെയ്യാൻ ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ M/n ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ M/n വിൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് P ഓഫ് എ. M/n വിൽ അപ്രോച്ച് ടു ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഹെഡിൻ്റെ കേസ് പറഞ്ഞു. ഹെഡിൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറിങ് ആൻ ഹെഡ് എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ട്രയൽസ്, നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന ട്രയൽസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്നാൽ ഈ ഫ്രീക്വൻസി റേഷ്യോ വിൽ അപ്രോച്ച് ടു വിച്ച് എ ഡെഫിനിറ്റ് വാല്യൂ, ദാറ്റ് ഈസ് 0.5ലേക്ക് അപ്രോച്ച് ചെയ്യും. എന്നെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്താൽ ഈ ഒരു ഫ്രീക്വൻസി റേഷ്യോ that will approach to a definite value. This is the statistical regularity. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്പർ ഓഫ് ടോസസ് കൊടുത്ത് 10, 25, 50, 100, 200, 400, 800, 1000, 10,000. അവിടെ ഹെഡ്സ് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സും കൊടുത്തിട്ടുണ്ട്. 6, 10, 28, 54, 96, 203, 398, 498, 4990. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി റേഷ്യോ ഇവിടെ നമ്മൾ 10 പ്രാവശ്യം ആയപ്പോൾ അവിടെ ഫ്രീക്വൻസി റേഷ്യോ 0.6 ആണ്. 25 ആയപ്പോൾ 0.4, 50 ആയപ്പോൾ ഫ്രീക്വൻസി റേഷ്യോ 0.56. അങ്ങനെ ഇവിടെ നോക്കും മക്കളെ, നമ്മളുടെ എന്നിനെ ഇൻക്രീസ് ചെയ്ത് നല്ല ഇങ്ങനെ കൂട്ടി കൊടുത്താൽ ഇറ്റ് ഈസ് എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡിൽ അല്ലേ 0.5ലേക്കാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത്. 0.4795, 0.498, 0.499, അടുത്ത ഇനി എടുക്കുന്ന സമയത്ത് 0.499 അങ്ങനെ വന്നിട്ട് ഇറ്റ് ഈസ് അപ്രോച്ചിങ് ടു വിച്ച് വാല്യൂ? 0.5ലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? M/n ആണ്. ഈ n ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ അപ്രോച്ച്, M/n വിൽ അപ്രോച്ച് ടു എ ഡെഫിനിറ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. എന്താണ് ഈ ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി? നമ്മളുടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയെന്ന് പഠിച്ചത്? M/n. ഇവിടെ ഫ്രീക്വൻസി ഡെഫിനിഷനിൽ ഒന്നുമില്ല, n എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കണം. n നമ്മൾ എന്താണ്? ലാർജ് നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കണം. ഓക്കെ. അതായത് നമ്മളുടെ ട്രയൽസ് ലാർജ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ നമ്മളുടെ ഇവൻറ്റ് എ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി M/n ആണ്. ഓക്കെ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ n ലാർജ് ആണ്. n ഈസ് ടെൻഡിങ് ടു എ ഇൻഫിനിറ്റി.
ഇതാണ് ഫ്രീക്വൻസി ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് വായിക്കാം. ലെറ്റ് ദ ട്രയൽസ് ബി റിപ്പീറ്റഡ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് ടൈം അണ്ടർ എസെൻഷ്യലി ഹോമോജീനിയസ് കണ്ടീഷൻ. ദ ലിമിറ്റ് ഓഫ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടൈംസ് ഓഫ് എൻ ഇവൻ എ happens m to the total number of trials n as the number of trials tends to infinity is called the probability of the event A. It is however assumed that the limit is unique as well as finite. അപ്പോൾ നമ്മൾ അതിനെ സിംബോളിക്കലി ആയിട്ട് എഴുതുന്നതാണ് പി ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എം ബൈ എൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി ഡെഫിനിഷൻ. ഇനി അതിൻ്റെ റിമാർക്ക് 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിക്കുക. ദ അപ്ലിക്കേഷൻ ഓഫ് ദിസ് ഡെഫിനിഷൻ ടു മെനി പ്രോബ്ലംസ് കനോട്ട് ബി എക്സ്റ്റെൻസീവ് സിൻസ് എൻ ഈസ് യൂഷ്വലി ഫൈനൈറ്റ് ആൻഡ് ദ ലിമിറ്റ് ഓഫ് ദ റേഷ്യോ കനോട്ട് ബി നോർമലി ബി ടേക്കൺ ആസ് ഇറ്റ് ലെഡ്സ് ടു മാത്തമാറ്റിക്കൽ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ നമുക്ക് എപ്പോഴും പറ്റില്ല, കാരണം n എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ അല്ലെ പ്രപ്പോസ്ഡ് ബൈ വോൺ മിസിക്സ് വുഡ് ബി എ മിക്സ്ചർ ഓഫ് എംപെരിക്കൽ ആൻഡ് തിയററ്റിക്കൽ കൺസെപ്റ്റ് വിച്ച് ഈസ് യൂഷ്വലി അവോയ്ഡഡ് ഇൻ മോഡേൺ എക്സിയോമാറ്റിക് അപ്രോച്ച്. അപ്പം ഈ n നമ്മൾ ഒരു ഇൻഫൈനിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ പറയുന്ന സമയത്ത് അതായത് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി ഇതെല്ലാം എന്താണ് നികത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത റിമാർക്ക് 2, ദ ടു ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആർ അപ്പാരൻ്റ്ലി ഡിഫറെൻറ്റ്. The mathematical definition is the relative frequency of favorable case to the total number of cases, while in statistical definition it is the limit of the relative frequency of the happening of the event. അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ഡെഫിനിഷൻ, അതായത് ക്ലാസിക്കലും ഫ്രീക്വൻസി ഡെഫിനിഷനും രണ്ടും വ്യത്യാസമുണ്ട്. ദ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഇസ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഫേവറബിൾ കേസസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, while in statistical definition it is the limit of the relative frequency of the happening of the event. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. അതിന് മുന്നേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ റിമാർക്ക് 2 പറയുന്ന എന്താണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡെഫിനിഷനാണ്, ഫ്രീക്വൻസി ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷനാണ് അല്ലേ. ഫ്രീക്വൻസി ഡെഫിനിഷനിലാണ് നമ്മൾ എന്ത് വെച്ച് പറയുന്നത്, ലിമിറ്റ് വെച്ച് പറയുന്നത്. മറ്റതിൽ എന്താണ് നമ്മൾ പറയുന്നത്, m/n ആണ് അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ. ക്ലാസിക്കൽ ഡെഫിനിഷൻ ഇസ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ഫേവറബിൾ കേസസ് ടു ദ നമ്പർ ഓഫ് കേസസ്, വൈൽ ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി, റിലേറ്റീവ് ഫ്രീക്വൻസി. അത് ശരിയാണല്ലോ അല്ലേ. നമ്മൾ അതായത് പ്രോബബിലിറ്റി ഓഫ് ദ ഒക്കറൻസ് ഓഫ് ദ ഇവൻ എ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷനിൽ, അതായത് മാത്തമാറ്റിക്കൽ ഡെഫിനിഷനിൽ എന്ത് ചെയ്യുന്നു, m/n ആണ്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിക്കൽ ഡെഫിനിഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാത്തമാറ്റിക്കൽ ഡെഫിനിഷന് പറയുന്നത്. അതേമാതിരി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡെഫിനിഷനിൽ. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് റിലേറ്റീവ് ഫ്രീക്വൻസിയാണ്, പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു m/n ആണ്. അത് നമ്മളെ അതായത് നമ്മളുടെ ഫ്രീക്വൻസി ഡെഫിനിഷനിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് ഇത് എന്തിൻ്റെ ഫ്രീക്വൻസി റേഷ്യോൻ്റെ ലിമിറ്റാണ് എന്ന് പറയുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി m/n ആണെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളെ പുതിയ ഡെഫിനിഷനായ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയിലേക്ക് കിടക്കുകയാണ്. ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച 3 ഡെഫിനിഷനാണ്, സബ്ജക്റ്റീവും മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെയും എല്ലാത്തിൻ്റെയും ഡിസഡ്വാൻറ്റേജ് നികത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് നമ്മൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തത് A.N. കോൾമോഗ്രാവ് ആണ്. 1933 ഒരു റഷ്യൻ മാത്തമാറ്റീഷ്യനായിരുന്നു അദ്ദേഹം. ഓക്കെ, ദെൻ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിഫിക്കൽട്ടീസിലും മറ്റ് ഡെഫിനിഷനിൽ വരുന്ന എല്ലാ ഡിഫിക്കൽട്ടീസിനെയും നികത്തിക്കൊണ്ട് എലിമിനേറ്റ് ചെയ്ത ഒരു ഡെഫിനിഷൻ കൂടിയാണ് ഇത്. ഇതാണ് മെയിനായിട്ട് നമ്മളുടെ ഒരു ബെസ്റ്റ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആക്സിയോമാറ്റിക് ഡെഫിനിഷനാണ്. ഈ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ മെഷർ തിയറി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ മെഷർ തിയറി. ഇനി നമ്മളുടെ ആക്സിയോമാറ്റിക് ഡെഫിനിഷനിൽ പറയുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സാമ്പിൾ സ്പേസ് എന്താണെന്നും ഇവൻ്റ് എന്താണെന്നും ഫീൽഡ് ഓഫ് ഇവൻറ്റ്സ് എന്താണെന്നും സിഗ്മ ഫീൽഡ് എന്താണെന്നും അതേമാതിരി ഫങ്ഷൻ ആൻഡ് മെഷർ എന്താണെന്നും എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുക സാമ്പിൾ സ്പേസ് എന്താണ്.
ഓക്കെ, ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ കൺസീവബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എച്ചും ടി ആണ്. ഇതാണ് ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ്. അപ്പോൾ എച്ചും ടി ആണ് എല്ലാ ഔട്ട്കംസും. ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ആൻഡ് ഈ സാമ്പിൾ സ്പേസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ എസ് അല്ലെങ്കിൽ ഒമേഗ. എന്താണ് ക്യാപിറ്റൽ എസ് ഒമേഗ. ഇനി ഞാൻ 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തു, അപ്പോൾ എനിക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? എസ് എന്ന് പറയുന്നത് എന്താണ്? കേളി ബ്രാക്കറ്റിലാണ് എപ്പോഴും നമ്മൾ സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യത്. അപ്പോൾ 2 പ്രാവശ്യം എനിക്ക് കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടി, വീണ്ടും ഹെഡ്, ഇതൊരു ഇവൻറ്റ്. ദെൻ ഹെഡ് ടെയിൽ വരും, ടെയില് ഹെഡ് വരും, രണ്ടും ടെയിലും വരും. ഇതാണ് ഇവിടുത്തെ എന്ത് പറയുന്നത് സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഇനി ഇവിടെ ഹെഡ് എച്ച് ടി എച്ച് ടി എന്ന് വരുന്നത് ഈ ഓരോന്നിനും നമ്മൾ പറയുന്ന പേരാണ് സാമ്പിൾ പോയിൻ്റ് അല്ലെങ്കിൽ എലമെൻ്ററി ഔട്ട്കം. എന്താണ് സാമ്പിൾ പോയിൻ്റ് അല്ലെങ്കിൽ എന്താണ് എലമെൻ്ററി ഔട്ട്കം. ഓക്കെ, ഇനി ഇത് ഡിനോട്ട് ചെയ്യുന്നത് മറക്കരുത്, ഈ ഒരു ലെറ്റർ ഒമേഗയും കൂടി ആക്കിയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും, ഒമേഗ ഓർ എസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു സാമ്പിൾ സ്പേസ് നമുക്ക് 2 തരത്തിലുണ്ട്. അതായത് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസും ഉണ്ട്, കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ സാമ്പിൾ പോയിൻറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ് ഇൻ എ സാമ്പിൾ സ്പേസ്. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് ആക്കി നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ എന്താ പറയുക നമ്പർ ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ എ സാമ്പിൾ സ്പേസ്. ഈ ഒരു സാമ്പിൾ സ്പേസിൽ നമ്മളെ സാമ്പിൾ പോയിൻറ്റ്സ് എന്തൊക്കെയാവാം? ഫൈനൈറ്റ് ആയിരിക്കാം, കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ഓർ അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിരിക്കാം. ഇനി നമ്മൾ സാമ്പിൾ സ്പേസ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫൈറ്റ് ആണെങ്കിൽ ആ ഒരു സാമ്പിൾ സ്പേസിനെ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. എന്താണ്? സാമ്പിൾ സ്പേസ് വിത്ത് ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് വിത്ത് കണ്ടിന്യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂം ഓഫ് പോയിൻറ്റ്സ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തരം സാമ്പിൾ സ്പേസ് എന്നുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് എന്നുണ്ട്, ഒന്ന് ഡിസ്ക്രീറ്റ് സാമ്പിൾ സ്പേസ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. സാമ്പിൾ സ്പേസ് ഒബ്റ്റെയിൻ ഇൻ ത്രോ ഓഫ് എ സിംഗിൾ ഡൈ ഈസ് ഫൈനൈറ്റ് സാമ്പിൾ സ്പേസ്. അല്ലേ, നമ്മളൊരു ഡൈ ഒരു പ്രാവശ്യം ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ആയിരിക്കും അവിടുത്തെ സാമ്പിൾ പോയിൻറ്റ്സ് വരുന്നത്? 1 2 3 4 5 6 ഇതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ഈ സാമ്പിൾ പോയിൻറ്റ്സ് ഒക്കെ ഫൈനൈറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈനൈറ്റ് സാമ്പിൾ സ്പേസ് പറയുന്നത്. ദ സാമ്പിൾ സ്പേസ് ഒബ്റ്റെയിൻ ഇൻ കണക്ഷൻ വിത്ത് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് എ കോയിൻ again and again until a head appears in countably infinite sample space. അപ്പോൾ കൗണ്ടബിളി ഇൻഫൈനൈറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഈ ഒരു കോയിൻ ടോസ് ചെയ്യാണ്. എപ്പോഴാണ് നമ്മൾ കോയിൻ ഇങ്ങനെ ടോസ് ചെയ്യണം, പക്ഷേ നമ്മളവിടെ എപ്പോഴാണ് ഹെഡ് കിട്ടുമ്പോൾ നിർത്തണം. അപ്പോൾ ഒരു പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തു. ഓക്കെ, ഒരു പ്രാവശ്യം ഞാൻ കോയിൻ ടോസ് ചെയ്തു, അപ്പം തന്നെ എനിക്ക് ഹെഡ് കിട്ടി. പക്ഷെ അതെപ്പോഴും നടക്കില്ല. ഞാൻ 2ാമത്തെ പ്രാവശ്യം ഞാൻ കോയിൻ ടോസ് ചെയ്തു, പക്ഷേ എനിക്ക് ടൈലാണ് കിട്ടിയത്, പക്ഷേ ഹെഡ് കിട്ടി. അപ്പോൾ അവിടെ ടോസ് നിർത്തി. ഞാൻ 2ാമത്തെ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഞാൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ എനിക്ക് വന്ന് ടെയിലാണ്, പിന്നെ എനിക്ക് ഹെഡ് കിട്ടി. അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെയും ഞാൻ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഫസ്റ്റിൽ എനിക്ക് ടൈല് കിട്ടി, പിന്നെയും ടൈല് കിട്ടി, പിന്നെ ഹെഡ് കിട്ടി, പിന്നെ എനിക്ക് ഹെഡ് കിട്ടി. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അങ്ങനത്തെ ഒരു സാമ്പിൾ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫൈനൈറ്റ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ എ ലൈഫ് ടൈം ഓഫ് എ മെഷീൻ. അല്ലേ, നമ്മൾ ഒരു ലൈഫ് ടൈം ഓഫ് എ മെഷീനാണ് ദ ഔട്ട്കംസ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഫ്രം എ കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് നമ്മളുടെ ടി വിച്ച് ഇസ് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. നമുക്കറിയില്ല ഇവിടെ ലൈഫ് ടൈം ഓഫ് എ മെഷീൻ എപ്പോഴാണ് കേടുവരുന്നത് അറിയില്ല. ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിനാണ് നമ്മൾ കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്.